ആകാശത്തിൻ്റെ ഒരു ചെരുവിലേക്ക് നടന്നു കയറുകയാണ് നമ്മൾ. വെള്ളമേഘത്തുണ്ടുകളൊക്കെ നമ്മുടെ കൈയുടെ താഴെയാണ്. കുടജപ്പൂക്കൾ പൂത്തുവിരിയുന്ന കുടജാദ്രി. സമുദ്രനിരപ്പിൽ നിന്നും 4500 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കർണാടകയിലെ 13ാമത്തെ കൊടുമുടിയായ കുടജാദ്രിയിൽ കാണുവാൻ എന്തൊക്കെയാണുള്ളത്? വർഷങ്ങൾക്ക് മുൻപ് ശങ്കരാചാര്യർ നടന്നുപോയ വഴികളും കുന്നിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ശങ്കരപീഠവും, അതോ പശ്ചിമഘട്ട മലനിരകളെ വിറപ്പിച്ചിരുന്ന മൂകാസുരൻ്റെ നെഞ്ചു വിളർത്തിയ ഈ ശൂലംകാവല നിൽക്കുന്ന മൂലക്ഷേത്രമോ, അതോ സാക്ഷാൽ പരാശക്തി ശങ്കരന് മുന്നിൽ ആവിർഭവിച്ച ചിത്രമൂല എന്ന സിത്രമൂല ഗുഹയോ? എല്ലാ കാഴ്ചകൾക്കുമപ്പുറം കാന്തം പോലെ ആകർഷിക്കുന്നു കുടജാദ്രി. ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എന്നേക്കുമായി പടർന്നു കയറുന്ന പ്രകൃതിയുടെ ലഹരി പൂക്കുന്ന ഒരു ജീവസാന്നിധ്യമാണ് കുടജാദ്രി. ഇവിടെ ധ്യാനിക്കുവാൻ കണ്ണുകൾ അടയ്ക്കണമെന്നില്ല. കണ്ണു തുറന്ന് കാണുന്ന കാഴ്ചകളെല്ലാം ധ്യാനമായി മാറുന്ന ഒരു സ്ഥലം. കുടജാദ്രിക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അടിവാരത്തുള്ള മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നുമാണ്. ഇന്നലെ ഇവിടെ രഥോത്സവം സമാപിച്ച ദിവസമായിരുന്നു. രാത്രിയിൽ 6 കഴിഞ്ഞ് സവർണിക നദിയിൽ നിന്നും ദേവിയുടെ വിഗ്രഹം എഴുന്നള്ളി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കുടജാദ്രിയിലേക്ക് പോകാൻ മൂകാംബിയിൽ നിന്നും ജീപ്പ് സർവീസാണുള്ളത്. ഏതാണ്ട് 38-39 കിലോമീറ്ററോളം ദൂരം. ഒരു ജീപ്പ് വാടകയ്ക്കെടുത്ത് ഷെയർ ചെയ്ത് പോവുകയാണ് ഇവിടുത്തെ പതിവ്. അപ്പോൾ ഒരാൾക്ക് 450 രൂപയാകും, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെ ഫീസ് അടക്കം. മൂകാംബിയിൽ നിന്നും ഷിമോയ്ക്ക് പോകുന്ന റോഡിലൂടെയാണ് യാത്ര തുടങ്ങുന്നത്. കോടമഞ്ഞ് കയറി നിൽക്കുന്ന കവുങ്ങിൻ തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും കൃഷിസ്ഥലങ്ങളും ഒക്കെ പിന്നിട്ട് ഏകദേശം 25 കിലോമീറ്ററോളം ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് നമ്മളൊരു ചെക്ക് പോസ്റ്റിൽ എത്തുന്നു. ഇതാണ് നെട്ടൂർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ യാത്രക്കാരുടെ പേരും മൊബൈൽ നമ്പറും എല്ലാം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. പിന്നെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ പ്ലാസ്റ്റിക് ബോട്ടിലിനും പ്ലാസ്റ്റിക് കവറിനും 50 രൂപ വെച്ച് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. തിരിച്ചു വരുമ്പോൾ മുകളിൽ ഉപേക്ഷിക്കാത്ത ആ പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക് കവറും കാണിച്ചു കഴിഞ്ഞാൽ 50 രൂപ തിരിച്ചു തരും. ഇനി അങ്ങോട്ടുള്ള യാത്ര ഇതുവരെ വന്ന പോലെ അത്ര നൈസ് യാത്രയല്ല. കുലുങ്ങിയും കുഴിയിൽ ചാടിയും ജീപ്പിൻ്റെ ഉള്ളിൽ പറന്നു നടന്നൊക്കെയാണ് ഇനി അങ്ങോട്ട്. എത്ര പിടിച്ചെന്നാലും ജീപ്പിൻ്റെ സീറ്റിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ തെന്നിപ്പോവും. എന്തായാലും നടുവേദനയോ കൈവേദനയൊക്കെ ഉള്ളവർക്ക് ഈ ഓഫ് റോഡ് ജീപ്പ് യാത്ര റെക്കമെൻഡ് ചെയ്യാനേ പറ്റില്ല. ജീപ്പിലിങ്ങനെ കുലുങ്ങി തെറിച്ച് യാത്ര പോകുമ്പോഴാണ് നടന്നു പോകുന്നതിൻ്റെ ഒരു സുഖവും ആ അനുഭവത്തിൻ്റെ ഒരു പ്രത്യേകതയും നമ്മൾ ഓർത്തു പോകുന്നത്. 5-6 വർഷം മുൻപ് വരെ കുടജാദ്രിയിലേക്ക് നമുക്ക് അമ്പാവനത്തിലൂടെ നടന്നു പോകാമായിരുന്നു. 13 കിലോമീറ്ററോളം ദൂരം നടപ്പ് വഴിയുണ്ട്. ആദ്യം മൂകാംബിയിൽ നിന്നും ഷിമോയ്ക്കുള്ള ബസ്സിൽ കയറി കരൻഘട്ട് എന്ന സ്ഥലത്ത് ഇറങ്ങണം. കരൻഘട്ടിൽ നിന്നും ആദ്യത്തെ ഒരു 5 കിലോമീറ്ററിൽ ചെറിയൊരു മണ്ടോടുണ്ട്, മരങ്ങൾക്കിടയിലൂടെ കാടിൻ്റെ നടുവിലൂടെ. ആ റോഡ് തീരുന്ന സ്ഥലത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. മലയാളിയായ തങ്കപ്പഞ്ചേട്ടൻ്റെ ചായക്കട. അവിടെ നിന്ന് ചായയും പുട്ടും കടലയൊക്കെ കഴിച്ചിട്ട് പിന്നെ കാടിൻ്റെ ചെറിയ ഇടവഴിയിലൂടെയാണ് യാത്ര. വലിയ മരങ്ങളുടെ തണലും തണുപ്പും പിന്നെ കിളികളുടെ ശബ്ദവും ഇടയ്ക്ക് കുത്തനെയുള്ള കയറ്റങ്ങളും വിശാലമായ പുൽമേടുകളും. അമ്പാവനത്തിൻ്റെ നടുവിലൂടെയുള്ള ആ നടപ്പ് വഴി ഒന്ന് തുറന്നു കിട്ടുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴുള്ള തീരുമാനത്തെ ഒന്ന് പുനർവിചിന്തനം ചെയ്ത് വരും വർഷങ്ങളിൽ ആ ട്രക്കിംഗ് വേ തുറന്നു കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. മുകളിലേക്ക് ഓടിയെത്തും തോറും വണ്ടിയുടെ കുലുക്കം കുറയുകയും പ്രകൃതിയുടെ വിശാലമായ ക്യാൻവാസ് അതിഗംഭീരമായ ദൃശ്യങ്ങൾ തെളിഞ്ഞു കാണുകയും ചെയ്യുന്നുണ്ട്. വണ്ടിയിലുള്ള പലരുടെയും മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങി. കുറച്ചു മുൻപ് ജീപ്പിലിരുന്ന് കുലുങ്ങി തെറിച്ചപ്പോൾ ഇനി ഇങ്ങോട്ടില്ല എന്നുള്ള തീരുമാനമൊക്കെ അവർ മാറ്റിയ ലക്ഷണം. അതിവിശാലമായ സൗന്ദര്യക്കാഴ്ച കണ്ട് സഹിക്കാതായപ്പോൾ നമ്മളുടെ ഡ്രൈവറോടൊന്ന് ചോദിച്ചു. എന്തായാലും പുള്ളി 5 മിനിറ്റ് സമയം തന്ന് ഇവിടെ ഒന്ന് നിർത്തി തന്നിട്ടുണ്ട്.
ജീപ്പിൽ നിന്നും ആശ്വാസത്തോടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിരുകളൊന്നുമില്ലാത്ത ഒരു വലിയ ലോകത്തേക്ക് പ്രവേശിച്ച ഫീലാണ് ആദ്യം. നീല നിറത്തിലും പച്ച നിറത്തിലും തെളിഞ്ഞു വരുന്ന കൊടിമുടികൾ ദൂരെ, പിരമിഡിന്റെ ആകൃതിയുള്ള ചെമ്മൺ കുന്നുകൾ, കൈയെത്തിപ്പിടിക്കാൻ തോന്നുന്ന നീലാകാശത്തിലെ മേഘത്തുണ്ടുകൾ, നിഗൂഢവും നിശബ്ദവുമായ താഴ്വാരങ്ങൾ. കുടജാത്രയ്ക്ക് എത്തുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു വ്യൂ പോയിന്റാണിത്. ജീപ്പിൽ വരുമ്പോൾ നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു വ്യൂ പോയിന്റ് തന്നെ. ഡ്രൈവറോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ജീപ്പിൽ കയറി. ഇനി ഒരു കയറ്റം കൂടിയുണ്ട്. അങ്ങനെ നമുക്കെത്തേണ്ട ബേസ് ക്യാമ്പായി. അംബാവനത്തിൻ്റെ ഈ മുകൾ തട്ടിലാണ് മൂകാംബിക ദേവിയുടെ മൂലക്ഷേത്രവും കാലഭൈരവന്റെ സന്നിധിയുമുള്ളത്. മൂകാസുരന്റെ വധത്തിന് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഇരുമ്പിൻ്റെ ഒരു സ്തംഭമാണ് ആ നിൽക്കുന്നത്. ഇത്ര ഈർപ്പമുള്ള സാഹചര്യങ്ങൾക്കിടയിലും തുരുമ്പ് പിടിക്കാൻ നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയെന്നുള്ളത് പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ശാസ്ത്രലോകത്തിന് തെളിവ് കിട്ടിയിട്ടില്ല. ഈ കാടിൻ്റെ അംബാവനത്തിൻ്റെയും കുടജാദ്രി മലനിരകളുടെയും സംരക്ഷകനാണ് ഇവിടുത്തെ കാലഭൈരവൻ. നാഗതീർത്ഥം. മലയുടെ മുകളിൽ തന്നെ ഐസ് പോലെ തണുത്ത ഒരു ഉറവയുണ്ട്. അതാണ് നാഗതീർത്ഥം. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉറവയിൽ നിന്നും വരുന്ന വെള്ളത്തിൽ കുളിക്കുവാൻ 2-3 അവസരം കിട്ടിയിട്ടുണ്ട്. അന്നിവിടെ മൂലക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള പുരോഹിതൻ്റെ വീട്ടിൽ, അടികന്മാരുടെ വീട്ടിൽ നമുക്ക് താമസിക്കാമായിരുന്നു. രാത്രിയിൽ തണുത്ത് വിറച്ച് വിശന്നിരിക്കുമ്പോൾ മല്ലിയിലയുടെയൊക്കെ രുചിയുള്ള തോരൻ കറിയും ചൂട് കഞ്ഞിയും കിട്ടും. കാടിൻ്റെ ഉള്ളിലെ കട്ട പിടിച്ചിരുട്ടിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ ചെറിയ വെളിച്ചത്തിലിരുന്ന് അന്ന് കഴിച്ച ആഹാരത്തിൻ്റെ രുചി വർഷങ്ങൾക്ക് ശേഷം ഇന്നും നാവിലുണ്ട്. പിന്നീട് പുൽപ്പായും ചക്കും കൂടി ഒന്നിച്ച് വിരിച്ച തറയിൽ കമ്പിളി പുതച്ചുറക്കം. പിറ്റേ ദിവസം കോടമഞ്ഞ് കയറി നിൽക്കുന്ന പ്രഭാതത്തിൽ ഇവിടെ നിന്നും ഓസിട്ടെടുക്കുന്ന വെള്ളത്തിൽ തണുത്ത് വിറച്ചൊരു കുളി. ഇത് ആ കാണുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നടന്നു വരികയാണെങ്കിൽ വരേണ്ട നടപ്പുവഴി. കാടിൻ്റെ ഉള്ളിലൂടെ നടന്നു വന്ന് രാത്രി ഒരു കൊച്ചു വീട്ടിൽ കഴിയുക എന്നുള്ളത് കുടജാദ്രിക്ക് മാത്രം തരാൻ കഴിയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പരമ്പരാഗതമായ ആ നടപ്പുവഴിയൊക്കെ തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടുമായിരിക്കും. ശങ്കരപീഠത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം ഇവിടെ നിന്നാണ്. 7 നിറങ്ങളുള്ള രശ്മികൾ പ്രസരിപ്പിച്ചുകൊണ്ട് സൂര്യഭഗവാൻ നമുക്ക് മുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. പൊട്ടിയ കല്ലുകളും ചരലും നിറഞ്ഞ ചെറിയ വഴി, ഇരുവശവും പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ വളർന്നു നിൽപ്പുണ്ട്. അങ്ങനെ കയറി വരുമ്പോൾ തുറസായ ചില ചരൽ പ്രദേശങ്ങളും കാണാം. ചെരിപ്പിടാതെ കയറുന്നവർക്ക് ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. കയറ്റമുള്ള പരുക്കൻ ഭൂമിയും ചെങ്കല്ല് അടുക്കി വെച്ച ചെങ്കുത്തായ വഴികളും, ഒരു വശത്ത് കോടമഞ്ഞിൻ്റെ നേർത്ത പടലമുള്ള അഗാധമായ താഴ്വരകളും, ഇടയ്ക്കിടയ്ക്ക് കാടിൻ്റെ ആഴങ്ങളിൽ നിന്നും വേഴാമ്പലിൻ്റെ മുഴക്കം നിശബ്ദതയെ മുറിച്ചുകൊണ്ട്. എന്നാലും അങ്ങു ദൂരെ കേരളത്തിലെ കൊച്ചു ഗ്രാമമായ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യർ 100 കണക്കിന് കിലോമീറ്ററുകൾക്കിപ്പുറമുള്ള കർണാടകയിലെ ഉൾക്കാട്ടിൽ കാൽനടയായി എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ഒരുപക്ഷെ നമുക്ക് മാത്രമായിരിക്കും ഇതൊക്കെ ഒരു വിസ്മയമായി തോന്നുന്നത്. ഇന്ത്യ മുഴുവൻ കാൽനടയെ സഞ്ചരിച്ച ആചാര്യർക്ക് എന്തൊക്കെ സാധ്യമാവുമെന്ന് നമുക്കറിയില്ലല്ലോ. ശങ്കരാചാര്യരും അഗസ്ത്യ മഹർഷിയും അടക്കം എത്രയോ യോഗികളുടെയും സന്യാസിമാരുടെയും താപസഭൂമിയായിരുന്നു കുടജാദ്രി. ഇവിടെ തപസ് ചെയ്തിരുന്ന സന്യാസിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നല്ലോ മൂകാംബിക ദേവി പോലും ആവിർഭവിച്ചത്. പണ്ടൊരിക്കൽ കോലമഹർഷി എന്നു പേരുള്ള സന്യാസി ഈ കാട്ടിനുള്ളിൽ ധ്യാനവും ജപവുമൊക്കെയായി ജീവിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരസുരൻ 3 ലോകങ്ങളെയും കീഴടക്കുവാനുള്ള ശക്തിക്കായി പരമശിവനെ തപസ് ചെയ്തു. എന്നാൽ മുനിമാരുടെയും ദേവതകളുടെയും അഭ്യർത്ഥന പ്രകാരം
പരമശിവൻ പ്രത്യക്ഷമായ നിമിഷം അസുരന്റെ നാവിൽ സരസ്വതി ദേവി വസിക്കുകയും അവനെ വരം ചോദിക്കാനാവാതെ നിശബ്ദനാക്കുകയും ചെയ്തു. മൂകനായിപ്പോയ അസുരൻ മൂകാസുരനായി. ഇച്ഛഭംഗം നേരിട്ട അവൻ സന്യാസിമാരുടെ നേരെ കൂടുതൽ അക്രമാസക്തനായി. സന്യാസിമാരുടെ താപസാശ്രമങ്ങൾ നശിപ്പിക്കുകയും അവരുടെ ഹോമവും ധ്യാനവും സാധനയും എല്ലാം തടസ്സപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ദേവതകളും സന്യാസിമാരും താപസരും യോഗികളും എല്ലാവരും ഒത്തുചേർന്ന് മൂകാസുരവധത്തിനായി ദേവിയോട് പ്രാർത്ഥിച്ചു. ദേവിയുടെ 3 ശക്തികളും സരസ്വതിയും മഹാലക്ഷ്മിയും മഹാകാളിയും ഒത്തുചേർന്ന് ചണ്ഡികയായി ആവിർഭവിക്കുകയും മൂകാസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ കഥകളും ചരിത്രങ്ങളും പുരാണ ബിംബങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങുന്ന ഭൂമിയാണ് കുടജാദ്രി. മാർച്ച് മാസ വെയിലേറ്റ് ചെടികളും മരങ്ങളുടെ ഇലകളുമൊക്കെ വാടി ഉണങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പ്രകൃതിയിലാകെ ഒരു മായിക സൗന്ദര്യം ഒഴുകി നടക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ ആകാശത്തിൻ്റെ ഒരു ചെരുവിലേക്ക് നടന്ന് കയറുകയാണ്. വെള്ളമേഘത്തുണ്ടുകളൊക്കെ കൈയുടെ താഴെയാണിപ്പോൾ. അങ്ങനെ കുടജാദ്രി കുന്നുകളുടെ ഏറ്റവും നെറുകയിലുള്ള ശങ്കരപീഠത്തിൻ്റെ വിദൂര ദൃശ്യം കണ്ടു തുടങ്ങി. സർവജ്ഞപീഠമെന്ന് എല്ലാവരും ഇതിനെ പറഞ്ഞു പോരുന്നുണ്ടെങ്കിലും ശരിക്കുമുള്ള സർവജ്ഞപീഠം അല്ലെങ്കിൽ ശാരദാപീഠം കശ്മീരിലുള്ളതാണ്. മൈസൂർ രാജാവ് പരമശിവന് വേണ്ടി നിർമ്മിച്ച ഒരു ശിവാലയമായിരുന്നു ഇത്. അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. വിദേശികൾ പശ്ചിമഘട്ടത്തെ ഈ മലനിരകളിൽ എത്തുകയും ഇവിടുത്തെ കല്ലിൽ ചെമ്പിൻ്റെയും സ്വർണത്തിൻ്റെയും അംശമുണ്ടെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു. ഇവിടെ നിന്നും കല്ലുകൾ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് അവർ മൈസൂർ രാജാവിനോട് അഭ്യർത്ഥിച്ചു. മൈസൂർ രാജാവ് അവരെ അതിന് അനുവദിക്കുകയും കല്ലുകളെല്ലാം അട്ടിയിട്ട് കപ്പൽ മാർഗേണ അവർ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഈ കല്ലുകൾ കൊണ്ടുപോകുമ്പോൾ കടൽക്ഷോഭം ഉണ്ടാവുകയും കപ്പൽ കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. കപ്പൽ മുങ്ങിപ്പോകാൻ കാരണം കുടജാദ്രിയുടെ മണ്ണിൽ നിന്നും ദേവിയുടെ അനുവാദമില്ലാതെ കല്ലുകൾ കൊണ്ടുപോയിട്ടാണെന്നൊരു അഭിപ്രായം ഉണ്ടായി. ചെയ്തു പോയതിന് പരിഹാരം അന്വേഷിച്ച മൈസൂർ രാജാവിനോട് ഇവിടെ ഒരു ശിവാലയം കെട്ടുവാൻ നിർദ്ദേശിക്കപ്പെട്ടു. അങ്ങനെ പ്രായശ്ചിത്തത്തിനു വേണ്ടി മൈസൂർ രാജാവ് കെട്ടിപ്പടുത്ത ഒരു ശിവാലയമാണ് ഇത്. ശങ്കരാചാര്യർ തപസ് ചെയ്തതും ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററോളം താഴേക്ക് ഇറങ്ങിയാൽ കാണുന്ന ചിത്രമൂല എന്ന ഗുഹയിലാണ്. പക്ഷേ അങ്ങോട്ടുള്ള പാത പല സുരക്ഷാ കാരണങ്ങളാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എഐയുടെ സഹായത്തോടു കൂടി അവിടം വരെ ഒന്ന് പോയിട്ട് വന്നാലോ? നമ്മൾ ഇതുവരെ വന്നത് കയറ്റമാണെങ്കിൽ ചിത്രമൂല ഗുഹയിലേക്ക് ഇറക്കമാണ്. ചിലയിടത്ത് ശരിക്കുമുള്ള വഴികളൊന്നും ഉണ്ടാവില്ല. പിടിച്ചൊക്കെ നമുക്ക് ഇറങ്ങാൻ കഴിയൂ. രാജവെമ്പാല അടക്കം പുലിയും കടുവയും എല്ലാ വന്യമൃഗങ്ങളും ഉള്ള കാടാണെങ്കിലും ഇതുവരെ ഒരു അപകടം റിപ്പോർട്ട് ചെയ്തതായി കേട്ടിട്ടില്ല. ലംബമായി നിൽക്കുന്ന ഒരു വലിയ പാറയുടെ ഇടുക്കിലാണ് ചിത്രമൂല അല്ലെങ്കിൽ സിത്തർമൂല ഗുഹ. നിലത്ത് നിന്നും 10 അടിയോളം ഉയരമുള്ള ഗുഹയിലേക്ക് അള്ളിപ്പിടിച്ച് വേണം കയറാൻ. ഏതാണ്ട് 10 മീറ്ററോളം നീളം വരും ഈ ഗുഹയുടെ കവാടത്തിന്. ഗുഹയ്ക്കുള്ളിൽ ഒരു ചെറിയ ശിവലിംഗവും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു 3-4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ പാറയിടുക്കിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ. ഒരു തുള്ളി കയ്യിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ഇതാണോ അമൃത് എന്ന് നമ്മൾ ഓർത്തു പോകും. ഔഷധക്കൂട്ടുകൾ നിറഞ്ഞ സൗവർണിക നദിയുടെ തുടക്കം ഈ പാറയിടുക്കിലെ ഉറവിൽ നിന്നുമാണ്. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ദൂരങ്ങൾ പിന്നിട്ട് കൊടുങ്കാടിൻ്റെ ഉള്ളിലൂടെ നടന്നു വന്ന് ഉൾക്കാട്ടിനുള്ളിലെ ഈ ഗുഹ കണ്ടെത്തി ഇവിടെ ഇരുന്നാണ് ശങ്കരാചാര്യർ തപസ്സിലേർപ്പെട്ടത്.
അതിതീവ്രമായ ദേവീധ്യാനത്തിൽ പകലുകളും രാത്രികളും. അങ്ങനെ ഒരു ഘട്ടത്തിൽ സാക്ഷാൽ പരാശക്തി അദ്ദേഹത്തിന് മുന്നിൽ വരിക തന്നെ ചെയ്തു. സംപ്രീതിയായ ദേവി വരമെന്തെന്ന് ആരാഞ്ഞപ്പോൾ ജ്ഞാനമൂർത്തിയായി തൻ്റെ നാട്ടിലേക്ക് വരണമെന്ന് ശങ്കരാചാര്യർ അഭ്യർത്ഥിച്ചു. ദേവി വരാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ശങ്കരൻ നടന്നുകൊള്ളുക, തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ നോക്കുന്നിടത്ത് ഞാൻ നിലകൊള്ളും. ദേവിയുടെ പാദസര ശബ്ദം ശ്രവിച്ചുകൊണ്ട് ശങ്കരൻ മുന്നേയും ദേവി പിന്നാലെയും നടന്നു. എന്നാൽ കുടജാതിരിയുടെ താഴ്വാരത്തെത്തിയപ്പോൾ ദേവിയുടെ പാദസര ശബ്ദം കേൾക്കാതാവുകയും ശങ്കരൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അങ്ങനെ ദേവിയുടെ ചൈതന്യം ആ കാട്ടിൻ്റെ ഉള്ളിൽ നിലകൊണ്ടു. ദേവീ ചൈതന്യം അപ്രത്യക്ഷമായ സ്ഥലത്തിനടുത്ത് തന്നെ സ്വയംഭൂവായിട്ടുള്ള ഒരു ശിവലിംഗം ശങ്കരാചാര്യർ കണ്ടു. ശിവലിംഗത്തിന് പിറകിലായി അദ്ദേഹം ദേവീ ചൈതന്യത്തെ ഒരു വിഗ്രഹത്തിലാക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ പ്രതിഷ്ഠയാണ് ഒരു മലയാളിയെങ്കിലും ഒരു ദിവസം എത്തിച്ചേരുന്ന ജ്ഞാനമൂർത്തിയുടെ ഇരിപ്പിടമായ മൂകാംബിക ദേവീ ക്ഷേത്രം.